Dear students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എയ്ത്ത് പാർട്ടാണ്, അതായത് റോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇതാണ് എയ്ത്ത് പാർട്ട് എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചറിന് നമുക്ക് ഡയറക്റ്റായി ഒബ്റ്റെയിൻ ചെയ്യുന്ന റിസോഴ്സസിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ എന്തെങ്കിലും കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് ആണ്. നമുക്കത് മാനിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ നിലനിർത്താൻ, നമ്മുടെ ലൈഫും അതുപോലെ തന്നെ വെൽഫെയറിനും വേണ്ടിയിട്ട് സസ്റ്റൈനബിളായിട്ട് നമ്മുടെ ലൈഫും വെൽഫെയറും നിലനിർത്താനായിട്ട് നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് സോളാർ എനർജി, സോയിൽ, കോൾ, ബേർഡ്സ്, പ്ലാന്റ്സ്, ഓഷ്യൻസ് എനർജി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. കുറച്ചെണ്ണം നമ്മളിതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സസ് എയർ, വാട്ടർ, ഫുഡ്, ലാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസോഴ്സസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് നിലനിർത്താനായിട്ട്, സസ്റ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആണ് എന്തൊക്കെ? എയർ, വാട്ടർ, ഫുഡ്, ലാൻഡ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എന്ന് വിളിക്കാം. നമ്മുടെ ലൈഫ് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് എന്ന് വിളിക്കാം. ബാക്കി എല്ലാ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ നീഡ്സ്, ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യാനുള്ള റിസോഴ്സസ് ആണ്. പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഈ മേലെ പറഞ്ഞ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ആവശ്യമാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ എമൗണ്ട് ഡേ ബൈ ഡേ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താ അതിനുള്ള കാരണം? നമ്മൾ ഒരുപാട് റാപ്പിഡ് റേറ്റ് ഓഫ് കൺസംഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ നാച്ചുറൽ റിസോഴ്സസ് ഡേ ബൈ ഡേ ഡിക്രീസ് ചെയ്ത് വരുന്നത്. ഈ നാച്ചുറൽ റിസോഴ്സസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റില്ല? റീസ്റ്റോർ അല്ലെങ്കിൽ ലോസ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് കംപ്ലീറ്റ് ഡിപ്ലീഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. Then reasons for rapid rate of consumption of natural resources. പറഞ്ഞു ഡേ ബൈ ഡേ ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയെന്നല്ലേ. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ? പോപ്പുലേഷൻ ഇൻക്രീസ് ആണ്. എവ്രി ഇയർ എന്താ സംഭവിക്കുന്നത്? 80 മില്യൺ പീപ്പിളാണ് നമ്മുടെ വേൾഡ് പോപ്പുലേഷനിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? 30 ഇയേഴ്സിനോട് എത്തുമ്പോൾ തന്നെ ഗ്ലോബൽ പോപ്പുലേഷൻ ഡബിളായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും വലിയൊരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ സഡൻ ആയിട്ട് ഈ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഉള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അത് കൺസേർവ് ചെയ്യാനൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കൺസംഷൻ റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് റീസൺ എന്താ? നാച്ചുറൽ റിസോഴ്സസ് ഇങ്ങനെ ഓവർ കൺസ്യൂംഡ് ആവുന്നതിൻ്റെ റീസൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് നമ്മൾ ഇൻഡസ്ട്രീസും ഫാക്ടറീസും എല്ലാ ഏരിയാസിലും വന്നുകൊണ്ടിരിക്കുക. അത് എന്തിൻ്റെ ഭാഗമായിട്ട്? ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലേ. സോ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അനുസരിച്ച് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ ഒരുപാട് കൂടുകയാണ്. സോ ഉള്ള നാച്ചുറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യും? ഹ്യൂമൻസിന് ബേസിക് നീഡ്സിന് മാത്രമല്ല ഇൻഡസ്ട്രിയൽ പർപ്പസസിന് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യും. സോ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് നാച്ചുറൽ റിസോഴ്സസിൻ്റെ റേറ്റ് ഓഫ് കൺസപ്ഷൻ എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽസ് റോൾ ഇൻ വാട്ടർ എക്കണോമി. എങ്ങനെ വാട്ടറെ നമുക്ക് കൺസേർവ് ചെയ്യാം? നമ്മളിതിൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ റിസോഴ്സസിനെയും കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെ വാട്ടറിനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ സാധിക്കും? വാട്ടർ ടാപ്സ് ഓപ്പണായി കിടക്കുകയാണെങ്കിൽ പോയി ക്ലോസ് ചെയ്യുക. ദെൻ വാട്ടർ ലീക്ക് ചെക്ക് ചെയ്യുക. റിപ്പയർസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെയ്യുക. അത് കാരണമുള്ള വാട്ടർ ലോസസ് ഒക്കെ ഒഴിവാക്കുക. ഇതിനകത്ത് മിനിമം ആയിട്ട് വാട്ടർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്തൊക്കെ ടാപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ബ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ടാപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലാത്തപ്പോൾ ക്ലോസ് ചെയ്ത് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ സേവിങ് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മൾ എന്ത് പർപ്പസിനാണ് ഫ്ലഷ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പർപ്പസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലഷ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നോർമൽ ഫ്ലഷ് അല്ലാതെ വാട്ടർ സേവിങ് ടോയ്ലറ്റ്സിലുള്ള ഫ്ലഷസ് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത്, അപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ മാത്രം യൂട്ടിലൈസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വാട്ടർ സേവിങ് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക?
റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൊണ്ടുവരിക അല്ലേ, മഴവെള്ളം മാക്സിമം സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എന്താ പ്യൂരിഫൈ ചെയ്തിട്ട് ഫ്യൂച്ചർ യൂസസിന് എടുക്കാം. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിച്ചണിലൊക്കെ ഉള്ള വേസ്റ്റ് വാട്ടർ ഉപയോഗിച്ച് നമുക്ക് ഗാർഡൻസ് ഒക്കെ വാട്ടർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് എത്ര ക്ലോത്ത്സ് ആണോ വാഷ് ചെയ്യുന്നത് അതിനുള്ള വാട്ടർ മാത്രം ഫില്ല് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ദെൻ അതേപോലെ തന്നെ ഇവാപറേഷൻ ലോസസ് കുറയ്ക്കാനായിട്ട് നമ്മൾ പ്ലാന്റ്സിന് വാട്ടർ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ ഈവനിങ്ങിനോ എന്ത് ചെയ്യുക, വാട്ടർ ചെയ്യുക. അല്ലാത്ത സമയം നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് വാട്ടർ ചെയ്താൽ എന്ത് സംഭവിക്കും, ഒരുപാട് ഇവാപറേഷൻ ലോസ് ഉണ്ടാവും അല്ലേ, നമ്മൾ ഒഴിക്കുന്ന വെള്ളം മൊത്തം എന്തായി പോയി, ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ പ്ലാന്റ്സിനെ അത്രയും യൂട്ടിലൈസ് ചെയ്യുന്ന, പ്ലാന്റ്സിനുള്ള വെള്ളം മാത്രം പോരെ, ഇവാപറേറ്റ് ചെയ്യുന്ന വെള്ളം കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ലോൺസും ഗാർഡൻസൊക്കെ വാട്ടർ ചെയ്യുന്ന സമയത്ത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യാം. അതുപോലെ തന്നെ ബീച്ചിലൊക്കെ ഇരുന്ന സമയത്ത് അവിടെയൊക്കെ ക്ലീനപ്പ് ആക്ടിവിറ്റീസ് പ്രോപ്പറായി ചെയ്യുക. അതുപോലെ വെറ്റ്ലാൻഡ്സും ലേക്സും പോൺസും വെൽസ് അങ്ങനെയുള്ള വാട്ടർ ബോഡീസ് എല്ലാം പ്രോപ്പറായിട്ട് കൺസേർവ് ചെയ്യുക. പൊല്യൂഷൻസൊക്കെ ഒഴിവാക്കി പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതുപോലെ വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് March 22 ആണ്. അതുപോലെ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ എന്ന് പറയുന്നത് February 2 ആണ്. അങ്ങനെയുള്ള വാട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ കൊണ്ടുവരുന്നത്, ഒരു അവയർനെസ് ആണ് കൊണ്ടുവരുന്നത്. സോ ഇങ്ങനെ നമ്മൾ വാട്ടർ കൺസേർവ് ചെയ്യണം എന്നുള്ള അവയർനെസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, വാട്ടർ മാക്സിമം റിസോഴ്സസ് കൺസേർവ് ചെയ്യാൻ എല്ലാവരും അവെയർ ആവും. അതേപോലെ തന്നെ അവർ തയ്യാറാവും. ഓക്കെ, അതുപോലെ യൂത്ത് വാട്ടർ ടീമിൽ ജോയിൻ ചെയ്യുക. ദെൻ NGO പോലെയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ ജോയിൻ ചെയ്യുക. മാക്സിമം വാട്ടറിനെ കൺസേർവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ റോളിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സിനെ എങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാം, എന്തൊക്കെയാണ് ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് നോക്കാം. എങ്ങനെയൊക്കെ ചെയ്യാം, ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യാം, അതുപോലെ ട്രീസ് സേവ് ചെയ്യാം, പുതിയ പ്ലാന്റ്സ് നമുക്ക് നടാം അല്ലെ, പുതിയ ട്രീസൊക്കെ പ്ലാന്റിങ് ചെയ്യാം, നട്ട് പിടിപ്പിക്കാം. അതേപോലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമ്മാ ട്രീസ് വെട്ടി നശിപ്പിക്കാതെ, ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കെട്ടുകയാണ്, ഇപ്പോൾ കെട്ടുന്ന സമയത്ത് എന്താണ് മാക്സിമം ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ബിൽഡിങ്സ് കെട്ടുക. അപ്പോൾ അവിടെ മാത്രം ക്ലിയർ ചെയ്തിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് എത്ര ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യാം. അതുപോലെ ഫാം, റോഡ്, ഹൗസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഗ്രീനറി ഉണ്ടെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ ആണ് അല്ലേ. സോ അങ്ങനെയുള്ള ഗ്രീനറി മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഫോറസ്റ്റ് കൺസർവേഷനിൽ വരുന്നത്. ഒട്ടും പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ട്രീസിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ ചെയ്യുക, ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ഓപ്പൺ ഏരിയയിലൊക്കെ വെച്ച് പിടിപ്പിക്കുക വീടിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഓർണമെൻ്റൽ ആയിട്ടുള്ള പ്ലാന്റ്സ് വെക്കുക, ഹെർബ്സ്, ഷ്രബ്സ് ഒക്കെ വെച്ചിട്ട് മാക്സിമം വീടിന് വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായി, അതേപോലെ തന്നെ പൊല്യൂഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓപ്പൺ പ്ലേസസിലെല്ലാം ഗാർഡൻസും ലോൺസൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ഫോറസ്റ്റുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ പ്രോഗ്രാംസിൽ, കമ്മ്യൂണിറ്റി പ്ലാന്റേഷൻ പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി പ്ലാന്റേഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാന്റ്സിനെ നടുകയൊക്കെ ചെയ്യും. അപ്പോൾ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിലോ ഒക്കെ നമുക്കത് ചെയ്യുമ്പോൾ മാക്സിമം അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ മാസ്സായിട്ട് ട്രീസ് പ്ലാന്റേഷൻ പ്രോഗ്രാംസ് എൻകറേജ് ചെയ്യുക. അതേപോലെ NGO പോലുള്ള ഓർഗനൈസേഷൻസിൽ ജോയിൻ ചെയ്ത് ട്രീസിനെ സേവ് ചെയ്യാം. ദെൻ വെറുതെ കിടക്കുന്ന ബാരൻ ഫീൽഡ്സിലൊക്കെ എന്ത് ചെയ്യുക, പ്ലാന്റ് ചെയ്യുക ട്രീസിനെ. ബർത്ത്ഡേ, മാരേജ് ഫങ്ഷൻസ് പോലുള്ള ആനിവേഴ്സറി പോലുള്ള സെറിമണീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇത്ര പ്ലാന്റ്സ് വെച്ചിട്ട് പ്ലാന്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അതുപോലെ ജൂലൈ 1 to 7 എന്ന് പറയുന്നത് വനമഹോത്സവ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ കുറേ അപ്പോൾ ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരെ അവെയർ ചെയ്യാനും അതേപോലെ
അതേപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റി, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറസ്റ്റ് റിസോഴ്സസിനെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ ഡിസംബർ 11 മൗണ്ടെയിൻ ഡേ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ മൗണ്ടെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഫ്രഷ് വാട്ടർ സോഴ്സസ് ആണ് മൗണ്ടെയിൻസ് അല്ലേ. സോ അത് ചെയ്യാം. പിന്നെ അതുപോലെ എൻകറേജ് കുറച്ച് പ്രോഗ്രാംസ്, അഡോപ്റ്റ് ട്രീ പ്രോഗ്രാം, നമുക്ക് ഒരു ദിവസം ഇത്ര ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോഗ്രാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ മാർച്ച് 21 ഫോറസ്റ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. മാക്സിമം പേപ്പറിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് റോൾ ഇൻ കൺസർവേഷൻ ഓഫ് മിനറൽസ്. മിനറൽസിനെ എങ്ങനെയൊക്കെ നമുക്ക് കൺസേർവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. എങ്ങനെ ഒരുപാട് മിനറൽസിനെ എക്സോസ്റ്റ് ചെയ്തെടുക്കാതെ അല്ലെങ്കിൽ ഡിപ്ലീറ്റ് ചെയ്യാതെ നമ്മുടെ മിനറൽസിൻ്റെ യൂസേജ് എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യാം. അതുപോലെ ജ്വല്ലറിയുടെ യൂസ് മിനിമൈസ് ചെയ്യുക. ഒരുപാട് നമ്മൾ ജ്വൽസ് യൂസ് ചെയ്തുകൊണ്ട് എന്താ നമുക്കൊരു അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള ഇത് കോൺസെപ്റ്റ് മാറ്റുക. ദെൻ മാക്സിമം മിനറൽസും ഗ്ലാസസും റീസൈക്കിളും റീയൂസും ചെയ്യാം. ദെൻ ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, മാക്സിമം ഡ്യൂറബിലിറ്റിയുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അതിൻ്റെ യൂസേജ് ഒരുപാട് നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയുള്ള പ്രോഡക്ട്സിൻ്റെ വാങ്ങുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് വാങ്ങാം. ദെൻ ബൈസിക്കിൾസ് മാക്സിമം റിപ്പയർ ചെയ്യുക, റീയൂസ് ചെയ്യുക. ദെൻ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന യൂട്ടൻസിൽസ് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ, യൂട്ടൻസിൽസ് എന്താ വെസൽസ് ഒക്കെ അല്ലേ. സോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ എന്താ മിനറൽസിൻ്റെ യൂസേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ ഫുഡ് സെക്യൂരിറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ റോളാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വേസ്റ്റേജ് കുറയ്ക്കുക, ഫുഡ് സസ്റ്റൈനബിളായിട്ട് യൂസ് ചെയ്യുക, വേസ്റ്റേജ് കുറയ്ക്കുക. ദെൻ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക അല്ലേ. അല്ലെങ്കിൽ ഓവർ ന്യൂട്രീഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ഒബേസിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. ദെൻ സീസണബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ലോക്കൽ ആയിട്ടുള്ള വെജിറ്റബിൾസും മാക്സിമം യൂസ് ചെയ്യുക. സോ അതെന്താ കൂടുതൽ ഫ്രഷും ആയിരിക്കും, പോയ്സൺസിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. നമുക്ക് സീസണലി മീൻസ് ഓരോ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും യൂസ് ചെയ്യുമ്പോൾ എന്താണ്, പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒന്നും യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ളതും പോയ്സൺസ് ഒന്നും ഇല്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടും. ലോക്കലി അവൈലബിൾ ആകുമ്പോഴെന്താണ്, അവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, പ്രിസർവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ദെൻ ഓർഗാനിക്കലി ഗ്രോ ചെയ്യുന്ന ഫുഡ് യൂസ് ചെയ്യാം, അല്ലാതെ ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കുക. ദെൻ പാക്ഡ് ഫുഡ്സും ക്യാൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സും പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ ഒഴിവാക്കുക. ദെൻ മാക്സിമം വെജിറ്റേറിയൻ ഫുഡ്സ് യൂസ് ചെയ്യുക, നോൺ വെജ് ഒഴിവാക്കുക. ദെൻ October 16 ആണ് വേൾഡ് ഫുഡ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേൾഡ് ഫിഷറി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് November 21 ആണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓരോ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും അവയർനെസ് കൊണ്ടുവരിക. സോ നമ്മുടെ ജീവിതത്തിൽ ഫുഡിനുള്ള ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് അവെയറാക്കുക. ദെൻ നമ്മളൊരു എനർജി കൺസർവേഷൻ അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് എനർജി കൺസേർവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ എനർജി കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ എനർജി സേവ് ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കും, നമ്മുടെ എനർജി ബില്ല് അല്ലെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മളെന്താ ഇലക്ട്രിസിറ്റി ഒരുപാട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഒക്കെ വരും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, അനാവശ്യമായിട്ടുള്ള ലൈറ്റ്സും ഫാൻസും അതുപോലെ ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യാത്ത സമയത്ത് ഓഫ് ചെയ്യുക. ദെൻ സാധാരണ ഇൻകാൻഡസെൻറ്റ് ലൈറ്റ്സിന് പകരം എന്താ CFL ലൈറ്റോ അല്ലെങ്കിൽ LED ലൈറ്റോ യൂസ് ചെയ്യാം. ദെൻ മാക്സിമം നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബിൽഡിങ്ങിനകത്തോട്ട് മാക്സിമം വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റിൽ ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ചെയ്യാൻ നോക്കുക, അല്ലാതെ വാഷിംഗ് മെഷീനിൽ ഡ്രയർ യൂസ് ചെയ്യാതെ വാഷ് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, സൺലൈറ്റിൽ വെച്ച് ഡ്രൈ ചെയ്യുക. പിന്നെ അതുപോലെ എന്താ സോളാർ കുക്കേഴ്സ് യൂസ് ചെയ്യുക ഫുഡ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ LPG നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ സാധിക്കും. ദെൻ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യാം.
ദെൻ ഓട്ടോമൊബൈൽസിൻ്റെ യൂസ് കുറയ്ക്കുക അല്ലേ, വെഹിക്കിൾസിൻ്റെ യൂസ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം, ബൈസിക്കിൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം, ബസ് പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം, കാർ പൂളിങ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, വെഹിക്കിൾസിൻ്റെ യൂസേജ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, വെഹിക്കിൾസ് ഓഫ് ചെയ്ത് വെക്കുക അല്ലേ. അല്ലാതെ നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത ആ പൊസിഷനിൽ തന്നെ ഓഫ് ചെയ്യാതെ വെച്ചാൽ എന്ത് സംഭവിക്കും, അത്രയും ഫ്യൂവൽ നഷ്ടപ്പെട്ടു പോകും. സോ അത്രയും എനർജിയാണ് അവിടെ വേസ്റ്റേജ് ആവുന്നത്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വെഹിക്കിൾസ് ഓഫാക്കി വെക്കുക. ദെൻ ഒരു വെഹിക്കിൾ വാങ്ങുന്ന സമയത്ത് തന്നെ അതിൻ്റെ മൈലേജ് ചെക്ക് ചെയ്യുക അല്ലെ. ഫ്യൂവൽ കൺസംഷൻ ഡാറ്റ എന്താ, മൈലേജ് തന്നെയാണ്. എത്ര മൈലേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് വാങ്ങുക. പിന്നെ അതേപോലെ തന്നെ പെട്രോളിയം കൺസർവേഷൻ്റെ അഡ്വൈസസ് ഒക്കെ ഫോളോ ചെയ്യാം. ദെൻ വിൻ്റർ സീസൺ അനുസരിച്ചിട്ട് സീസൺ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാം. ഒരുപാട് വിൻ്റർ സമയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, വൂളൻ ക്ലോത്ത്സ് യൂസ് ചെയ്യാം. അങ്ങനെ ഹീറ്റ് കോൺവെക്ടറിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ബോഡിയുടെ ടെമ്പറേച്ചർ കൂട്ടാനുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ വീടിനെ പുറത്തൊക്കെ നമ്മൾ ഡെസിഡുവസ് ട്രീസ് വെച്ച് നട്ടുപിടിപ്പിക്കുക. അപ്പം എന്ത് സംഭവിക്കും, ഒരുപാട് ചൂടില്ലാത്ത വെൻറ്റിലേഷനും നല്ല വെൻറ്റിലേഷൻ കൊടുക്കുന്ന സമയത്ത് എന്താ, ചൂട് നല്ലവണ്ണം കുറയും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കൺസംഷനും കുറയും അല്ലേ. നമുക്ക് ഫാൻ ഇടേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇലക്ട്രിസിറ്റി കൺസംഷനും കുറയും. ദെൻ December 14 വേൾഡ് എനർജി കൺസർവേഷൻ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ദിവസങ്ങളിൽ ഇങ്ങനെ അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കുക. അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ അവെയർ ആക്കുക. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് സോയിൽ പ്രൊട്ടക്ഷൻ, ഇതിൽ നമുക്ക് എന്തൊക്കെ ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, അഗ്രികൾച്ചറിൽ കെമിക്കൽസിൻ്റെ യൂസേജ് കുറയ്ക്കുക അല്ലെ. ഫെർട്ടിലൈസേഴ്സിൻ്റെ ഫോമിലും പെസ്റ്റിസൈഡ്സിൻ്റെ ഫോമിലും വീഡിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഇതിൻ്റെയൊക്കെ ഫോമിൽ ഒരുപാട് കെമിക്കൽസ് അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രീസിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ യൂസേജ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ബയോ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് ബയോളജിക്കലായിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ ഓവർ ഇറിഗേഷൻ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ ക്രോപ്പിനും സീസണും അനുസരിച്ചിട്ടുള്ള ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ലോഗിങ് നമുക്ക് തടയാൻ സാധിക്കും. ദെൻ മോണോകൾച്ചർ ഡിസ്കറേജ് ചെയ്യുക അല്ലെ. മോണോകൾച്ചർ എന്താണെന്നുള്ളത് നമ്മുടെ ഫുഡ് റിസോഴ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോണോകൾച്ചർ എന്തായിരുന്നു, ഒരേ തരത്തിലുള്ള ഒറ്റ ക്രോപ്പ് മാത്രം കൾട്ടിവേറ്റ് ചെയ്തതാണ് മോണോകൾച്ചർ. അപ്പോൾ എന്തെങ്കിലും ഒരു പെസ്റ്റ് അറ്റാക്ക് ചെയ്ത് എന്ത് സംഭവിക്കുക, ഹോൾ ക്രോപ്പ് തന്നെ നശിച്ചു പോകും. സോ മോണോകൾച്ചർ ഡിസ്കറേജ് ചെയ്യുക. ദെൻ മിക്സഡ് ക്രോപ്പിംഗ് അഡോപ്റ്റ് ചെയ്യുന്ന, മിക്സഡ് ക്രോപ്പിംഗ് അറ്റ് എ ടൈമിൽ തന്നെ എന്താ കുറേ ക്രോപ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ക്രോപ്പിന് എന്തെങ്കിലും പറ്റിയാൽ തന്നെ എന്ത് സംഭവിക്കും, ബാക്കി ക്രോപ്സിനൊന്നും ഒരു കുഴപ്പമില്ലാതെ അത് ഗ്രോ ചെയ്യും. ദെൻ ഡ്രിപ്പ് ഇറിഗേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൽ പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വാട്ടർ ചെയ്യുകയാണ്. ഇതിന് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത് അതിലൊരു കുറേ പൈപ്പ്സ് കൊടുത്തിട്ട് ഒരു എന്ത് കൊടുക്കുക, കുറേ ഹോൾസ് കൊടുക്കുക. ആ ഹോൾസിലൂടെ റൂട്ടിന് മാത്രം വാട്ടർ സപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, വേസ്റ്റേജ് ഓഫ് വാട്ടർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ മേലെ ഡയറക്റ്റായിട്ട് സോയിലിൻ്റെ സർഫസിന് മേലെയാണ് വാട്ടർ ചെയ്യുന്നതെങ്കിൽ എന്താ, റൺ ഓഫ് കാരണം എന്ത് സംഭവിക്കും, സോയിൽ ന്യൂട്രിയൻസ് ഒക്കെ വാഷ് ഔട്ട് ആവും. ഡ്രിപ്പ് ഇറിഗേഷൻ കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ December 23 വേൾഡ് ഫാമേഴ്സ് ഡേ ആയിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ദെൻ June 17 എന്ന് പറയുന്നത് കോമ്പാറ്റ് ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡെസേർട്ട്സിനുള്ള ഡേ ആണ്. ദെൻ November 21 to 27 എന്ന് പറയുന്നത് നാഷണൽ ലാൻഡ് റിസോഴ്സ് കൺസർവേഷൻ വീക്കാണ്. ഇങ്ങനെയുള്ള ഡേയ്സും വീക്സൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കുക. നമ്മുടെയും മറ്റുള്ളവരുടെ എല്ലാ ഹ്യൂമൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അവെയർ ആക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്നത്, ഒരു നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു.